ഹലോ, നമ്മൾ ദിവസവും ഒരുപാട് ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? ഫേസ് പാക്ക് ഒന്നുമല്ലാതെ ഒരു ഫേസ് വാഷ് നമുക്ക് തയ്യാറാക്കാം. അതായത് വലിയ വില കൊടുത്ത് നിങ്ങൾ പുറത്ത് പോയിട്ട് ഫേസ് വാഷ് വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. എല്ലാ ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ്. വലിയ പൈസയൊന്നുമില്ല. ആ ഒരു മുൾത്താണി മിട്ടി നമ്മൾ മിക്സിയുടെ ജാറുണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് 2-3 ടീസ്പൂണോളം നിങ്ങൾക്ക് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കടലമാവാണ് കേട്ടോ. കടലമാവ് ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവേൻ്റെ പൊടിയാണ്. ഉലുവ പൊടി പൊടിക്കുമ്പോൾ തരിപ്പൊന്നും ഇല്ലാണ്ട് നിങ്ങൾ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടിയിട്ട് റോസ് വാട്ടറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. റോസ് വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റോസ് വാട്ടർ അതായത് ഭയങ്കര ഒരുപാടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള മാത്രം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിന് 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലിസറിൻ നമ്മൾ സോപ്പിലെല്ലാം ഉള്ളൊരു സാധനമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരും കേട്ടോ. അതാ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാവും. പിന്നെ നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ. ഇതിന് നമ്മുടെ റോസ് വാട്ടറിൻ്റെയും മുൾത്താണി മിട്ടിയെല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് ഇതിനുണ്ടാവും. ഇത് ഇതേപോലെയുള്ള ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് നിങ്ങൾ ഫേസ് കഴുകുന്ന സമയത്ത് നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഫേസ് കഴുകുന്നത്, അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടൊക്കെ അതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ, ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ മുഖം നല്ലൊരു ഗ്ലോ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. ഇത് ഫേസ് പാക്കായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം മുഖത്തേക്ക് വെക്കണം. ഒരു 20 മിനിറ്റെല്ലാം മുഖത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കൈ കഴിഞ്ഞാൽ മതി. എല്ലാം ഇത് നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് മുഖത്തിട്ടിട്ടൊന്ന് കഴുകിയാലില്ലേ നല്ലൊരു കളർ, അതായത് വെളുത്ത് വരും, മുഖം നല്ല വെളുത്ത് വരും എന്ന് പറയില്ല, ആ ഒരു രീതിക്കാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ സമയം വേസ്റ്റ് ആവില്ല. ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നിങ്ങൾ സൂക്ഷിക്കട്ടോ. ഒരു 2-3 ദിവസമെല്ലാം നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കഴിയുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. പുറത്ത് വെച്ചാൽ ചിലപ്പം കേട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കൈകളിലേക്ക് എടുത്തതിന് ശേഷം ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡയറക്റ്റ് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നിങ്ങളിത് ചെയ്യരുത്. അപ്പോൾ അത് പെട്ടെന്ന് കേട് വന്നു പോകും. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. ഒരു ചെറിയ തണുപ്പും ഉണ്ടാവും എപ്പോഴും. നല്ലൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.